സഹപാഠികൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ വരിയിൽ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തൗഫീഖ് ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ആരാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? തരിശായിൽ കിടക്കുന്ന മരുഭൂമിയിൽ കടുംചിന്തകളുമായി അറബികളെ ഇരുട്ടിനകറ്റി അവരുണ്ടായിരുന്ന ഗൂഢത്വത്തെയും ദുസ്വഭാവത്തെയും ജാഹിലിയ സംസ്കാരത്തെയും മാറ്റി അഖിലോക നേതാക്കളാക്കി മാറ്റി, വിനയത്തിന്റെ കടാത്തെ വിളക്കുകളാക്കി മാറ്റി, സുന്ദരമായ സംസ്കാരത്തിന്റെ ഉജ്ജ്വല പ്രതീകമാക്കി മാറ്റിയ മാറ്റം വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഡോക്ടർ ബർണാഡ്സ് പറയുന്നു, I like Muhammad's ability. Muhammad is not only perfect but also a scientist and socialist. ഞാൻ മുഹമ്മദ് നബിയെ ഇഷ്ടപ്പെടുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രവാചകൻ മാത്രമല്ല, മറിച്ച് ഒരു ശാസ്ത്രജ്ഞനും സാമൂഹ്യ പരിഷ്കർത്താവുമാണ്. നടക്കുന്ന മൃഗങ്ങളെയും പറക്കുന്ന പക്ഷികളെയും ഏഴുന്ന ജന്തുക്കളെയും നീന്തുന്ന മത്സ്യങ്ങളെയും ഒരു കവർന്ന ജാതി വ്യത്യാസങ്ങളാക്കി തർക്കിച്ചിരുന്ന ലോക ജനതയെ ഏകോപന സാധനങ്ങളാക്കി മാറ്റി, വിനയത്തിന്റെ കടാത്തി വിളക്കാക്കി. കറുത്തവനേക്കാൾ വെളുത്തവനോ അനർബിനേക്കാൾ അറബിക്കോ സ്ഥാനം കൽപ്പിക്കാതെ ഹൃദയ ശുദ്ധി കൊണ്ട് സൃഷ്ടാവിലേക്ക് അടുക്കുന്നവർക്ക് പദവിനെ എനിക്ക് ബഹുമാനിച്ച കാരുണ്യത്തിന്റെ അഷ്ടമായി മോചനത്തിന്റെ പാദം തെളിച്ചു കൊടുത്ത ഹബീബുന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പാൽ കുടിക്കുകയും പാൽ കുളിക്കുകയും ചെയ്യുന്ന ഭരണാധികാരമാണ് ഇന്ന് ലോകത്തുള്ളത്. എന്നാൽ നാൽക്കാലികൾക്ക് തെറ്റിച്ച് സ്വന്തം കൈകൊണ്ട് പാൽ കറക്കുകയും അങ്ങാടിയിൽ പോയി സാധനം വാങ്ങി സ്വന്തം കൈകൊണ്ട് സാധനം വാങ്ങി തൂക്കി പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയും വീട്ടുകാരെയും അയൽവാസികളെയും സഹായിച്ച് സ്വന്തം കൈകൊണ്ട് ചെരുപ്പ് തുന്നുകയും വസ്ത്രം വച്ച് പിടിപ്പിക്കുകയും ചെയ്യുന്ന ലോകത്തുണ്ടെങ്കിൽ അത് ഹബീബുന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ വേറെ ആരുമില്ല. നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യത നമുക്ക് പറഞ്ഞു തീർക്കാനാവുന്നില്ല. ആ റസൂലിനോട് നാം സ്നേഹിക്കുകയും പിന്തുടരുകയും നമുക്ക് അനിവാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.